ഈ പാറ്റകൾക്ക് പിന്നിൽ CIA US ഡീപ് സ്റ്റേറ്റ് ആണോ അതോ ചൈനയാണോ? ന്യായമായ കാര്യങ്ങൾ എന്ന് തോന്നിക്കുന്ന വിധത്തിൽ രാജ്യത്തിനെതിരെ കുത്തിത്തിരിപ്പാണോ സാർ ഇവർ ചെയ്യുന്നത്? ഇത് ഒരാളോ മറ്റൊരാളോ എന്നുള്ളതല്ല, ഇത് രണ്ടുമാണെന്നോ ഇതിൽ അധികം ആളുണ്ടോന്നോ എന്നും പറയുന്നതായിരിക്കും നല്ലത്. ഇത് ബേസിക്കലി നമ്മുടെ മഹാഭാരതത്തെ യുദ്ധത്തിന്റെ തുടക്കം എവിടെ നിന്നാണ്? അസൂയയിൽ നിന്നും ഹർട്ടിൽ നിന്നുമാണ് അല്ലേ? ഒരു ദ്രൗപദി ഇയാളെ ശാസനെ കളിയാക്കുന്നതിൽ നിന്നാണ് തുടങ്ങുന്നത്. അത് ഹസ്തിനപുരത്ത് ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കൊട്ടാരം കണ്ട് അന്താളിച്ച അസൂയ, അതുപോലത്തെ ഒരു അസൂയയാണ് ഇപ്പൊ നടക്കുന്നത്. കാരണം ചൈനയെ സംബന്ധിച്ചോളം, പിന്നെ അജിത്തിന് അറിയുമെന്നും അറിയില്ല, ഈ 62 ചൈന വാർ നടക്കുന്നത് അതിന്റെ ബേസിക് കാര്യം എന്താണെന്നറിയോ? ഈ നെഹ്റു അന്ന് വളരെ ഇന്റർനാഷണൽ ലെവലില് ഒരുപാട് പോപ്പുലാരിറ്റി കിട്ടുന്നു, അംഗീകാരം കിട്ടിയിരുന്നു. അപ്പൊ അത് ചൈനയ്ക്ക് ജവഹർലാലിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അതിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാല് അപ്പോൾ നമ്മൾ ആ വളർച്ചയെ അവര് തുരങ്കം വയ്ക്കാൻ വേണ്ടിയാണ് ആ യുദ്ധം വരുന്നത്. വളരെ പെട്ടെന്ന് ഇന്ത്യ ചൈന ബായ് ബായ് ആയിരുന്നത് ഒരു സുപ്രഭാതത്തിൽ യുദ്ധത്തിൽ. അത് ശരിക്കും പറഞ്ഞാൽ നെഹ്റുവിനെ സൈക്കോളജിക്കലായിട്ട് തളർത്തി എന്നാണ് പറയുന്ന ആ സംഭവം. അതുപോലൊരു കാര്യമാണ് ഇപ്പോൾ നടക്കുന്നത്. ചതിയൻ അമേരിക്കയ്ക്കാണെങ്കിൽ അവർക്ക് ഒരിക്കലും നമ്മൾ വളർന്നത് അവർക്കൊട്ടും ദഹിക്കുന്ന കാര്യമായിരുന്നില്ല. ഇപ്പൊ വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം അമേരിക്കയിലെ ഏറ്റവും കൂടുതൽ നല്ല കാശുള്ള ആൾക്കാർ ഇന്ത്യക്കാരാണെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ അസൂയുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ എന്തെങ്കിലും ടെക്നിക്കൽ അഡ്വാൻസ്മെന്റോ ഒന്നും നേടുന്നതിനെ കുറിച്ച് അവരൊരിക്കലും പിന്നെ സഹിഷ്ണുതയോടെ കണ്ടിട്ടുന്നില്ല. പൊക്രാനിലെ പിന്നെ ആണവ പരീക്ഷണം തൊട്ട് അന്ന് അവരെ പറ്റിച്ചാണ് നമ്മൾ, അവരുടെ സാറ്റലൈറ്റ് വിഗ്രഹങ്ങളൊക്കെ കബളിപ്പിച്ചാണ് നമ്മൾ അവിടെ നടത്തിയത്. അപ്പൊ അതൊക്കെ അവർക്ക് ഭയങ്കര ഹേർട്ടായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. അന്ന് അതാണ് അവരുടെ സാങ്ഷൻസ് ഒക്കെ. എന്നിട്ടും നമ്മൾ അവിടെ അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോയി. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവരുടെ ഹെഗിമണി, അവരുടെ സുപ്രീമസി പോകുന്നുള്ള അവരുടെ ഒരു അതുപോലെ തന്നെ ഇപ്പം അവർ പഠിച്ച പണി മൊത്തം നോക്കിയിട്ടും ട്രേഡ് നെഗോഷിയേഷൻ അവർ ഉദ്ദേശിക്കുന്ന നടക്കുന്നില്ല. പണ്ടങ്ങനെയല്ല, അവര് പറയുന്നിടത്ത് ഒപ്പിട്ട് കൊടുക്കായിരുന്നു. എന്നിട്ട് ഇവിടെ മാർക്സിസ്റ്റുകാർ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ ഒരു പ്രൊട്ടസ്റ്റ് നടത്തും അവിടെ അതിനെതിരെ. അത് ഈ പറഞ്ഞ പോലെ 4 പേര് കൂടി അവരുടെ സ്ഥിരം ഉണ്ടല്ലോ, അവർക്ക് അവരുടെ പിന്നെ അംഗങ്ങൾക്ക് തൊഴിൽ കൊടുക്കണമല്ലോ ദിവസം. അവർ കൊടിയും പിടിച്ച് കുറച്ച് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും, തീർന്നു, അവിടെ തീർന്നു പ്രൊട്ടസ്റ്റ്. പക്ഷെ ബേസിക്കലി ഈ പറഞ്ഞ ട്രേഡ് എഗ്രിമെന്റ്സ് ഒക്കെ തന്നെ ശരിക്കും അവർ ഡിക്റ്റേറ്റ് ചെയ്യുന്ന അവരുടെ ടേംസിലായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിനൊരു മാറ്റം വരുന്നത് അതവർക്ക് സഹിക്കില്ല. ഇത്രയും വർഷം ഇത്രയും ദിവസമായിട്ട് അത് ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ. പിന്നെ ആ ഭാഗത്തൊരു പിന്നെ അതിന്റെ കൂടെ ഒരു വട്ടനും കൂടെ വന്നിട്ടെന്നുള്ളൊരു സിറ്റുവേഷൻ. അതായത് ഒരു മോദി വിരോധമുണ്ട്. നമ്മുടെ ബേബിയും കൂട്ടരും എല്ലാം ചൈനീസ് എംബസിയിൽ പോയി. അതിന്റെ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കുന്ന പോലെ അതിന്റെ പടങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. ഇതെല്ലാം ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇന്റർ കണക്റ്റഡ് ആണെന്ന് പറയാം. അതുപോലെ തന്നെ ഈ നമ്മുടെ ഇപ്പം ഇന്നലെ മുതൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ അറ്റൻഷൻ മൊത്തം ഈ നമ്മുടെ അഭിജിത്ത് ദീപ്കയിലോ കേജ്രിവാളിലോ സോനം വാങ്ചുക്കിലോ ഒന്നുമല്ലാതെ ഈ നമ്മുടെ രാഹുൽ ഗാന്ധിയും കൂട്ടറിലുമായിരിക്കുന്നു. അപ്പോൾ ഇതൊരു പുതിയൊരു റീലോഞ്ച് തന്നെയാണോ ഇങ്ങനെ? അതെ, റീലോഞ്ചിന് ഉപരിയായിട്ട് ഇതൊരു ലാർജർ കോൺസ്പിറസിയുടെ ഭാഗമാണ്. ഈ ക്രോക്കോസ് പാർട്ടി എങ്ങനെയാ വരുന്നത്? ഒരു ചീഫ് ജസ്റ്റിസ് ഒരു ഇത് കമന്റ് പറയും. അതിന് പ്രൊട്ടസ്റ്റായിട്ട് ചീഫ് ജസ്റ്റിസിന് എഗൻസ്റ്റ് ആയിട്ടല്ലേ ഇത് വരേണ്ടത്, പ്രൊട്ടസ്റ്റ് വരേണ്ടത്. അത് കഴിഞ്ഞപ്പോൾ അവർ പ്രൊട്ടസ്റ്റ് മുതുക്ക സർക്കാരിനെതിരെ ആയിരുന്നില്ലേ, മോഡിക്കെതിരെ ആയിരുന്നില്ലേ? അപ്പൊ അത് മാത്രമല്ല, ഈ ജുഡീഷ്യറിയിലൊക്കെ ഓഫീസർമാർ വളരെ റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്യുന്ന അതാണ് ഇപ്പൊ നമ്മൾ അതിനൊരു പാറ്റേൺ ആണ്. മീഡിയ അറ്റൻഷന് വേണ്ടി ചെയ്യുന്നതാണ്. ഇപ്പൊ പിന്നെ ഇവിടെ നമ്മുടെ ത്രിപുരയില്, മണിപ്പൂരില്, ബംഗ്ലാദേശില് ഒക്കെ തന്നെ ഓരോ ജഡ്ജിമാര് ഓരോ ചെറിയ റിമാർക്സ് ആണ് പിന്നെ സ്പാർക്കായിട്ട് മാറുകയും ഇവരാണെങ്കിൽ ഇങ്ങനെ അത് എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുകയാണ്. ഇത് ഒരു ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ വിധിയിൽ വരാത്ത കമന്റ് പറയുന്നത് അവരുടെ വിധിയിൽ മീഡിയ അറ്റൻഷന് വേണ്ടി കമന്റ് അടിക്കും. അതിപ്പോ ഒരു ഫാഷനായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പൊ ഈ പുതിയ മീഡിയ വന്നപ്പോൾ മീഡിയയുടെ ഇതാണ് അവിടെ നിന്ന് പറയുന്ന ജഡ്ജി പറയുന്നതിനൊക്കെ അതിൽ നിന്നെങ്കിലും ഒരു വാക്കെടുത്തിട്ട് പിന്നെ നിശ്ചിതമായി വിമർശിച്ചു.
എന്നൊക്കെ പറഞ്ഞ് അടിച്ചു കയറുന്നത്. ഇത് ഈ ശ്രദ്ധിച്ചോ നമ്മുടെ അത് പറഞ്ഞ ഇതേ കാര്യം സാറിന് ഓർമ്മയുണ്ടാവും. BJP-യിലെ നുപുർ ശർമ്മയ്ക്ക് ആ കുട്ടി കാരണമാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടെന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് പിന്നെ പറഞ്ഞു. അത് എന്ത് നിരുത്തരവാദപരമായിട്ടാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത്. ശരിക്കും ആ ജഡ്ജിനെതിരെ ഇതെടുക്കേണ്ടതാണ്, പ്രോസിക്യൂഷൻ നടപടി എടുക്കേണ്ടതാണ്. അയാൾക്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ള വേറെ കാര്യം. പക്ഷെ ഇതാണ് നമ്മുടെ ജുഡീഷ്യൽ ഒരു അപജയം. നമ്മൾ വന്ന് കയറുന്നവരൊക്കെ ഇങ്ങനെയുള്ള ഒരു കൂട്ടരായിപ്പോയി. പിന്നെ നമ്മൾ പറഞ്ഞു വന്നതിൽ ഈ പാറ്റേൺ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഡീപ് സ്റ്റേറ്റ് എന്നോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്ക് നമ്മുടെ സ്റ്റേറ്റുകൾക്കെതിരെ അതിന്റെ ഭരണമാറ്റം റെജീം ചേഞ്ചിന് വേണ്ടി ശ്രമിക്കുന്ന കൂട്ടര്, അത് എക്സ് ആണോ വൈ ആണോ, അവരെല്ലാം അനുവർത്തിക്കുന്ന ഒരു പാറ്റേൺ ആണ്. അതായത് ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു പ്രതിപക്ഷ പാർട്ടിയെ ആയിരിക്കില്ല അവർ കൂട്ടുപിടിക്കുന്നത്. ഒരു പ്രതിപക്ഷ പാർട്ടിയോ അല്ലെങ്കിൽ വേറൊരു രാഷ്ട്രീയ പ്രോമിനന്റ് ആയിട്ടൊരു പാർട്ടി ആയിരിക്കില്ല അവർ പിന്നെ കൂട്ടുപിടിക്കുന്നത്. അവര് തികച്ചും മെയിൻ സ്ട്രീമിൽ ഇല്ലാത്ത ഒരാളിനെ, മുല്ലപ്പൂ വിപ്ലവം അവിടെ തൊട്ട് നോക്കി, അവിടെ ആ യൂണിവേഴ്സിറ്റിയിൽ തുടങ്ങിയതാണ് സംഭവം. അവിടെ നിന്നാണ് പിന്നെ അത് ആ ഈവൻസ് ഇങ്ങനെ ക്രോണോളജി നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും സംഭവിച്ചിരിക്കുന്നത് ഇതുപോലെയാണ്. ഇത് പ്രോമിനന്റ് അല്ലാത്ത ഒരു കക്ഷിയെ കൊണ്ടുവന്ന് ഇതിൽ കൊണ്ടുവരിക, ഫ്രണ്ട് എൻഡായിട്ട് കൊണ്ടുവരിക. ഇപ്പൊ ഈ ദീപക്കിനെ കൊണ്ടിരിക്കുക. അവർ ആദ്യം തുടങ്ങുമ്പം അവിടെ എന്തായിരുന്നു ഈ ജഡ്ജിനെതിരെയുള്ള പരാമർശം. അപ്പോഴാണ് പിന്നെ അവർക്ക് പെട്ടെന്നൊരു സോഷ്യൽ മീഡിയയിൽ CJP എന്നൊരു ഫോർമേഷൻ ലോകത്തുള്ള ഇന്ത്യക്കാരില്ലാത്ത എത്രയോ മില്യൺസ് ആണ് അവരുടെ ഫോളോ. ഇതെല്ലാം അതെല്ലാം അരിത്തമാറ്റിക്കലി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്, അൽഗരിതത്തിന്റെ കളികളാണ്. അതുപോലെ അപ്പൊ ഇവർക്ക് പെട്ടെന്നൊരു കാര്യം കിട്ടി. അതാണ് നമ്മുടെ മാർക്കിലേക്ക് നീറ്റ് വിഷയം. ഈ നീറ്റ് വിഷയം ഇത് മോഡി ചെയ്തതാണോ, ധർമ്മേന്ദ്ര പ്രധാൻ ചെയ്തതാണോ, അല്ലെങ്കിൽ അതിന്റെ ഡയറക്ടർ ചെയ്തതാണോ? ഇതൊക്കെ ഈ മാർക്ക് പിന്നെ അല്ല ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ നിയോഗിക്കപ്പെട്ട സാറന്മാരും അവരുടെ കൂടെ ഉള്ള കുറെ പിന്നെ എന്താണ് പിന്നെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള വലിയൊരു മാഫിയ. ഈ നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മുടെ പാലായിക്കടുത്ത് അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ഒരു എന്തോ പറയുക, ഇതിനു വേണ്ടി തന്നെ അവിടെ അതിന്റെ ഒരു വലിയ ഒരു പൈസയുടെ കളി തന്നെയാണ്. പാലാ മാത്രമല്ല, സൈലം കോട്ടയ്ക്കൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോ അവിടെയൊക്കെ അതിന്റെയൊക്കെ പറകിൽ നമ്മൾ അന്വേഷിച്ച് പോയിട്ടിരിക്കുന്നു. പോട്ടെ, നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലോട്ട് വരാം. അപ്പോ ഈ പരീക്ഷ പേപ്പർ ലീക്ക് ഇന്നലെ ഇത് നടാടെ സംഭവിച്ച കാര്യമാണ്. ഇത് കോൺഗ്രസ് ഭരിച്ച കാലഘട്ടത്തിൽ മുഴുക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ UPSCയുടെ എക്സാം പേപ്പർ ലീക്ക് ചെയ്യുക, CBSEയുടെ എക്സാം പിന്നെ പേപ്പർ ലീക്ക് ചെയ്യുക, വിവിധ സ്റ്റേറ്റ് ഗവൺമെന്റിലുള്ള PSCകളുടെയും പരീക്ഷകളുടെയും, അതൊക്കെ കാലാകാലം. കാരണം നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് ഈ 2 ദിവസം മുമ്പ് കേരളത്തിൽ തന്നെ PSCയുടെ സെക്കൻഡ് സെഷനിൽ ചോദിക്കേണ്ട ചോദ്യം ആദ്യ സെഷനിൽ ആലപ്പുഴയിലൂടെ വന്നെന്ന് പറഞ്ഞാൽ എക്സാം മാറ്റിവെച്ചു. ഇതൊക്കെ നടക്കുന്നില്ലേ? ഇയർ ഈസ് ഹ്യൂമെയിൻ. തെറ്റുപറ്റുക എന്നുള്ളത് പിന്നെ ആൾക്കാർക്ക് പറ്റുന്നത്. ഇതിനകത്ത് തെറ്റുപറ്റുന്നതിന്റെ കൂടെ തന്നെ നമ്മുടെ സമൂഹത്തില് ക്രിമിനൽസിലും നല്ലവരും എല്ലാവരും കൂടെ ചേർന്ന ഒരു പരിച്ഛേദമാണ്. അതിനകത്ത് പിന്നെ കുറച്ച് ക്രിമിനൽസ് ഉണ്ട്, അവർ ചെയ്യുന്ന കാര്യങ്ങൾ പിന്നെ അതിനെ സർക്കാരിന്റെ വീഴ്ചയായി കണ്ടുകൊണ്ട്, പക്ഷെ അവർക്ക് അങ്ങനെയുള്ള വീഴ്ചകളെ സർക്കാർ വെറുതെ കയ്യും കെട്ടിയിരിക്കുന്നതിനെ നമുക്ക് മനസ്സിലാക്കാം. ഉടനെ തന്നെ ആക്ഷൻ എടുത്തു, അവരെ അറസ്റ്റ്, അവരിപ്പോഴും അകത്താണ്. എന്നിട്ടോ വളരെ പെട്ടെന്ന് തന്നെ പുതിയ പിന്നെ ചോദ്യപേപ്പർ ഉണ്ടാക്കി, എക്സാം ഡേറ്റ് ഫിക്സ് ചെയ്തു, എക്സാം നടത്തി, അതിന്റെ റിസൾട്ടും വന്നു കഴിഞ്ഞു. എന്തോ ഒരു ഇതുണ്ടല്ലോ, എന്തോ ആശാരിച്ചിയും മുറുകുറുന്ന് പറഞ്ഞ പോലെ ഇതെല്ലാം കഴിഞ്ഞ് കുട്ടികളെല്ലാം അഡ്മിഷൻ എടുക്കുക. അപ്പോഴാണ് ഇവർക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഗോൾ പോസ്റ്റ് ഉണ്ട്. അത് കിട്ടി. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെ ഗോൾ പോസ്റ്റ് മാറ്റിയിട്ട് ഇപ്പോ ഇന്നലെയും മനിയാന്തൊക്കെ എന്തൊക്കെയാണ് പിന്നെ നമ്മുടെ കാശ്മീരിന്റെ ആർട്ടിക്കിൾ 370 തിരിച്ചു കൊടുക്കുക, പിന്നെ അങ്ങനെ ഓരോന്നും മാറ്റി പോവുക. അതാണ് സംഭവം അതിനകത്ത്. പിന്നെ അതായത് ഒരു സോഷ്യൽ മീഡിയയെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ജെൻസിനെ കുത്തിത്തിരിക്കുക എന്നുള്ളത് തന്നെയാണ് അനാർക്കി ഉണ്ടാക്കി. പിന്നെ ഇവിടെ ഒരു ഭരണമാറ്റം. അത് ഒരു റാവുത്ത് എന്നൊരുത്തരുണ്ടല്ലോ, സഞ്ജയ് റാവുത്ത്, മഹാരാഷ്ട്രയില്. അയാൾ അന്ന് നേപ്പാളില് പിന്നെ അവിടുത്തെ ആ കലാപം ഉണ്ടായപ്പോഴത്തേക്ക് അയാൾ പറഞ്ഞ വാക്ക് നിങ്ങൾ ഓർമ്മ ഉണ്ടാവും.
അതായത് ഇതുപോലെ മോഡിയും ഇട്ടെറിഞ്ഞോടുന്ന ദിവസം അതിവിദൂരമല്ല. അതാണ് ഇവരുടെ സ്വപ്നം. അതാണ് ഇന്ന് തുടങ്ങിയതല്ല, അത് അന്ന് തന്നെ തുടങ്ങിയതാണ്. ഞാൻ പറഞ്ഞ ഫ്രണ്ട് എൻഡ് വച്ചിരുന്ന എല്ലാ ശ്രീലങ്കയിലായിരുന്നാലും പിന്നെ ബംഗ്ലാദേശിലായിരുന്നാലും പിന്നെ നേപ്പാളിലായിരുന്നു ഒക്കെ തന്നെ അൺനോൺ ആൾക്കാരെ കൊണ്ട് ഫ്രണ്ട് എൻഡായി നിർത്തിയിട്ട് ഒരു കലാപം ഉണ്ടാക്കി. അത് കഴിയുമ്പോൾ അവരൊക്കെ ആവശ്യമുള്ള ആളിനെ കൊണ്ടുവരും. അതെ, അവിടെ യൂനസ് വന്നു ബംഗ്ലാദേശിൽ, ശ്രീലങ്കയിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ കൊണ്ടുവന്നു. ഇപ്പോ രാഹുൽ ഗാന്ധി, അതായത് മൊത്തം ഫെയിലായി നിൽക്കുന്ന, എല്ലാ അറ്റംപ്റ്റും നടത്തി ഫെയിലായി നിൽക്കുന്ന അയാളെ കൊണ്ടുവരും. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് വരുന്ന ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അതായത് മോഡി അടുത്ത വർഷം ഉണ്ടാകില്ല. ഇവരാരായി പറയാൻ? മോഡി മോഡി വളരെ സുഖമായിട്ട് ഭരിക്കുന്നു, കൂടുതൽ ആൾക്കാർ NDA പക്ഷത്തേക്ക് ചേരുന്നു. അങ്ങനെ വന്നിരിക്കുന്ന സമയത്ത് ഇവർ പറയാൻ അടുത്ത വർഷം മോഡി കാണില്ല. അത് എന്ത് ബേസിലാണ് പറഞ്ഞത്? ഇനിയിപ്പോ അത് കഴിഞ്ഞു. അതുപോലെ എപ്പോഴും പാർലമെന്റ് സെഷൻ കൂടുന്നതിന് തൊട്ട് മുമ്പായിട്ടും ആ സമയത്ത് എപ്പോഴും എല്ലാ സെഷൻസിനും ഇതൊരു പരിപാടിയുണ്ട്. പാർലമെന്റ് സെഷൻ തുടങ്ങുന്നത് മാത്രമല്ല, ഇപ്പോ ഇദ്ദേഹം വരുമ്പോ പിന്നെ ട്രംപ് ഇവിടെ വരും, അതിന് മുന്നോടിയായിട്ട് എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഈവന്റ് നടക്കുമ്പോൾ അതിനു മുമ്പായിട്ട് അതിനെ അലങ്കോലപ്പെടുത്താനായിട്ടുള്ള ഒരു ശ്രമം. അത് നമ്മുടെ വളരെ കഷ്ടമെന്ന് പറയണ്ടു. നമ്മുടെ ഈ കോൺഗ്രസ്, ഇത്രയും വളരെ പാരമ്പര്യമുള്ള ഒരു കോൺഗ്രസ് പാർട്ടി ഇത്തരത്തില് അധപ്പതിച്ച്, അതായത് ഇഷ്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിക്കുകയും അതിന്റെ ബേസിൽ ചർച്ചകൾ നടത്തേണ്ടിയും ചെയ്യുന്ന ഒരു പാർട്ടി ഇവിടെ ഇതില്ലാതെ ക്രിമിനൽസിനെ ഇളക്കി വിട്ട് ഇവിടെ അനാർക്കി ഉണ്ടാക്കി. ഇപ്പൊ പാർലമെന്റിൽ ശ്രദ്ധിച്ചോ, പാർലമെന്റിൽ ഇവർക്ക് ഇത് ചർച്ച ചെയ്യണമെന്നൊരു നോട്ടീസ് പോലും കൊടുത്തിട്ടില്ല. ഇതിപ്പോ ഇവര് കഴിഞ്ഞ ദിവസം പിന്നെ പ്രധാനമന്ത്രിയുടെ വീട്ടിലോട്ട് പോയപ്പോ അവർക്കൊരു ഓഫർ കൊടുത്ത് നമുക്ക് സംസാരിച്ചാൽ മാറ്റാന്ന് പറഞ്ഞ ആൾ ഉടനെ വീണ്ടും പറഞ്ഞു ഇല്ല. അതെ, ജിതേന്ദ്ര സിംഗ് അതിനെ കുറിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ ഇട്ടിട്ടുണ്ട്. പെട്ടെന്ന് ധർമ്മേന്ദ്ര പ്രധാനം കൂടി രാജിവെച്ചു. ഇത് അതായത് ഗോൾ പോസ്റ്റ് മാറ്റിക്കൊണ്ടിരിക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഇവരുടെ ജൻസിയുടെ ആവശ്യം, ജൻസിയല്ല, ഈ പിന്നെ കോൺഗ്രസ് രാഹുൽ അല്ലല്ല, ഈ എക്സാം പേപ്പർ ലീക്ക് ചെയ്തപ്പോ എനിക്കും അഭിപ്രായം ഉണ്ടായിരുന്നു, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. ഇതൊരു വലിയ മോറൽ റെസ്പോൺസിബിലിറ്റി എടുക്കണം. പക്ഷേ ഇപ്പൊ എനിക്ക് മനസ്സിലായി അത് ചെയ്തിരുന്നെങ്കിലും കാര്യമില്ല. കാരണം അതുകൊണ്ട് സാറ്റിസ്ഫൈ, അതല്ല അവരുടെ അൾട്ടിമേറ്റ്. യഥാർത്ഥ പ്രശ്നം ഈ FCR അമെന്റ്മെന്റ് തന്നെ. തീർച്ചയായിട്ടും ഒന്ന് FCR അമെന്റ്മെന്റ് ആണ് ശരിക്കും ഇവരെ ഇപ്പോ ഏറ്റവും അവസാനമായിട്ട് ചൊടിപ്പിച്ചിരിക്കുന്നതും കൺസേൺ ആക്കിയിരിക്കുന്നതും. ഈ ശരിക്കും ഈ FCR പണ്ടൊക്കെ ബാങ്കുകളുടെ എല്ലാ ബ്രാഞ്ചുകൾ വഴിയും FCR കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. അങ്ങനെയാണ് കോടിക്കണക്കിന് രൂപ ഇവിടെ വരിക. അതിനൊരു കണക്കും വഴക്കും ഒന്നുമില്ല. നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കി റീജിയണൽ ഓഫീസിൽ കൊടുക്കും, റീജിയണൽ ഓഫീസിൽ കൊടുക്കും, അങ്ങനെയൊക്കെ അതൊരു കണക്കും വഴക്കും ഉണ്ടായിരുന്നില്ല. ആ കാശാണ് ഈ തമിഴ്നാട്ടില്, പഞ്ചാബില്, രാജസ്ഥാനില്, ഗുജറാത്തില് ഒക്കെ തന്നെ, കേരളത്തില് ഒരു പരിധി വരെയൊക്കെ തന്നെ, നോർത്ത് ഈസ്റ്റിൽ പിന്നെ നേരത്തെ തന്നെ തുടങ്ങിയ ഒരു കാര്യമാണ്. അവിടെയൊക്കെ ഉള്ള കൺവേർഷൻ ഉപയോഗിച്ച് മുഴുക്ക ഈ കാശാണ്. അതിനാണ് നമ്മുടെ ഈ പുതിയ ഗവൺമെന്റ്, ഈ നരേന്ദ്രമോദി ഗവൺമെന്റ് ഒരു ചട്ടക്കൂടിലാക്കാനായിട്ട് ശ്രമിച്ചത്. ഈ അർബൻ നക്സൽസ്, മാവോയിസ്റ്റുകൾ. അപ്പൊ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ FCR ഫണ്ട്സിനെ കുറിച്ച് ആരെങ്കിലും ഈ റെസ്ട്രിക്ഷനെ കുറിച്ച് പ്രൊട്ടസ്റ്റ് ചെയ്യണമെങ്കിൽ മറ്റ് ഹിന്ദു സംഘടനകളാണ് പ്രൊട്ടസ്റ്റ് ചെയ്യേണ്ടത്. കാരണം അവരാണ് ഏറ്റവും കൂടുതൽ FCR ഇപ്പൊ കൊണ്ടുവരുന്നത്. പക്ഷേ അവർക്ക് കൺസേൺ ഇല്ല, അവർക്ക് ഈ ഒരു ഇഷ്യൂ ഇല്ല. ഇവരെ സംബന്ധിച്ചോളം ഈ ഈ കിട്ടുന്ന മുഴുക്ക അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ആയിട്ട് ഒരു പ്രോജക്റ്റ് വേണ്ടിയിട്ട് കൊണ്ടുവരും, അതായിരിക്കും കൊടുക്കുക. ഇതിന് മുഴുക്ക അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് അത് മുഴുക്ക കൺവേർഷൻ ഉപയോഗിക്കുക. അതിന് തടയിടുന്നത്, അതിപ്പോ ഇവരുടെ എന്താ പറയാ, ഈ വാലിന് തീ പിടിച്ചിരിക്കുന്നത് അതാണെന്നാണ് എന്റെ. അതെ, സാറ് ശ്രദ്ധിച്ചു കാണും, ഒരു ടിമോത്തി ഇനിഷ്യേറ്റീവിന്റെ ഒരു സാഹിബിനെ പിടിച്ചപ്പോൾ നേപ്പാളിൽ നിന്ന് അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സുകാരനെ, അയാളെ ഇപ്പം പിടിച്ച് എത്ര ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് അത് എവിടെയൊക്കെ ഛത്തീസ്ഗഡിലൊക്കെ പോയിട്ട് അവിടെയൊക്കെ പോയിട്ട് ഒരേ ATM തന്നെയാണ് കാശെടുത്ത്. ശരിക്കും ആ വിവരം പോലും ഇവന്മാർക്ക് ഇല്ലാതാകുമോ എന്നുള്ള കഷ്ടം.
ഇത് ഒരു ശരിക്കും പറഞ്ഞാൽ പിന്നെ സിറ്റിയിലെ ഏതെങ്കിലും സിറ്റിയിലെ 4-5 ATM കൂടെ എടുത്തിട്ട് കാശ് അവിടെ കൊണ്ടുവരുന്നെങ്കിൽ അറിയില്ലായിരുന്നു. അതിന് സാർ അവർ ബുദ്ധി ഉപയോഗിച്ചു. 1,00,000 താഴെ മാത്രമേ വിഡ്രോ ചെയ്യുള്ളൂ. അല്ല, അത് ആ ഡെബിറ്റ് കാർഡിന്റെ രജിസ്ട്രേഷൻ കൊണ്ടായിരിക്കും. അതല്ല, ശരിക്കും അവർ കാണിച്ച മടത്തനം അവിടത്തെ ATM എടുക്കരുതായിരുന്നു. ഇവര് സിറ്റി ഡൽഹിയിലോ അല്ലെങ്കിൽ കാൽക്കട്ടയിലോ ഒക്കെ തന്നെ ഉള്ള ഒരു ATM എടുത്ത് ശ്രദ്ധിക്കപ്പെടുമായിരുന്നില്ല. അതാണ് അവർക്ക് പറ്റിയൊരു പക്ഷെ ഏത് ക്രിമിനൽ ആക്ടിവിറ്റിക്കും ഒരു ക്ലൂ ഉണ്ടാവുമല്ലോ. അതാണ് നമ്മളിപ്പോ അറിഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. പക്ഷെ നമ്മുടെ മനോരമയൊക്കെ അങ്ങ് വച്ച് കാച്ചിയാൽ മനോരമ 2 പേജാണ് കംപ്ലീറ്റ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം അവർക്ക് സഹിക്കില്ല. കാരണം ഈ അവര് പൊക്കിക്കൊണ്ടുവന്ന ഒരു കോൺഗ്രസിനെ പൊക്കിക്കൊണ്ടുവന്ന ഒരു നറേറ്റീവ് ഉണ്ടല്ലോ, അവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മിഷണറീസിന്റെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള അത് പാടെ ഇതായി പോവുകയാണ്. എന്താ ചീട്ടുകൊട്ടാരം പോലെ പോകുന്നുള്ള പേടിയാണ്. എന്റെ അഭിപ്രായത്തില് ഈ ഇവരുടെയൊക്കെ ജനങ്ങൾ ഏറ്റെടുക്കണമെന്നുണ്ട്, സർക്കാരിനെ വിട്ട്. അത് വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവർക്ക് ഇവരുടെ ആവശ്യം എന്ന് അറിയോ? ഇതിലാരെയും ഒരു വെടി വെക്കണം. 1-2 പേരെ വെടിവെച്ച് കഴിഞ്ഞാൽ സംഗതി കളി മാറി. അതിനാണ് ഇവരുടെ ശ്രമം മുഴുക്കെ. അതിനാണ് ഇന്നലെ ഈ സ്റ്റോൺ പെൽറ്റിക്കും ഒക്കെ നടത്തി. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. CAA കാലത്തും അല്ലെങ്കിൽ കർഷക സമരത്തിൽ എന്ത് പ്രൊവോക്കേഷൻ ആയിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ മോഡി ഗവൺമെന്റിനോടുള്ള അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും സഹിച്ചിട്ട് ഒരു വെടി പോലും പൊട്ടിച്ചില്ല എന്നുള്ളതാണ്. അതാണ് അവരുടെ സക്സസ്. അത് തന്നെയാണ് ഇപ്പോഴും അവർ കാണിക്കുന്നത്. പക്ഷെ അതൊരു വീക്ക്നെസ് ആയിട്ട് കണ്ട് ഇവര് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ജനം ഏറ്റെടുക്കണം, ജനം ഏറ്റെടുക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ.